ഹലോ, ഞാൻ ലാസ്റ്റ് ടൈം പറഞ്ഞതുപോലെ തന്നെ ഈ പ്രാവശ്യം ഞാൻ പെട്ടെന്നാണ് ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോണ വീഡിയോ എന്ന് വെച്ചാൽ, ഞാൻ ഒരു 2 വീക്സ് മുന്നേ നമ്മുടെ ഈ കവിള് ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് ടിപ്സ് മാത്രമാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഫേഷ്യൽ എക്സസൈസ് ഞാൻ വേണമെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ ഇടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റസീന, നക്ഷത്ര അങ്ങനെ കുറച്ച് പേര് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അവർക്ക് ആ വീഡിയോസ് വേണമെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാൻ പോണത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോണത് നമുക്ക് കവിള് കൂടാൻ വേണ്ടിയിട്ടുള്ള ഫേസ് വെച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ് ഞാൻ പറയാൻ പോണത്. ഫസ്റ്റ് വണ്ണെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ കവിളിങ്ങനെ വീർപ്പിക്കത്തില്ലേ, ഇങ്ങനെ ആക്കുക. അങ്ങനെ ഒരു 10-15 പ്രാവശ്യം അടുപ്പിച്ച് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. അത് എല്ലാ ദിവസവും നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു 2-3 മാസം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കാണാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ചീക്ക് ബോണില്ലേ, ഈ ഭാഗം, ഇത് ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ട് ഇതേപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്കിപ്പം എന്താ പറയുക, ഈ കവിളുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്കിന്നിൻ്റെ അടിഭാഗത്ത് നമുക്ക് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്നുണ്ടോ നമുക്ക് കുറച്ച് കവിള് തോന്നിക്കുന്നത്. അപ്പോൾ കവിള് എന്താ പറയുക, ഇപ്പം പ്രായം കൂടുന്നതനുസരിച്ചിട്ട് നമ്മളെ സ്കിൻ ഇങ്ങനെ വലിഞ്ഞ് താഴോട്ട് വരുന്നതനുസരിച്ച് കവിള് പോവും. അല്ലാതെ ചില ആൾക്കാർക്ക് നോർമലി കവിളില്ലാത്തവരും ഉണ്ട്. അപ്പോൾ സ്കിൻ എന്തെങ്കിലും വലിഞ്ഞ് താഴോട്ടായിട്ടുള്ളതാണെങ്കിൽ അതിങ്ങനെ കുറച്ച് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതേപോലെ ഞാൻ മസാജ് ചെയ്യാൻ പറയുന്നത്. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഫേസിൽ എല്ലാവരും മോയ്സ്ചറൈസർ ക്രീമൊക്കെ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ചെയ്യുന്ന വെച്ചാൽ, കുറച്ചിങ്ങനെ ക്രീം 2 കയ്യിലായിട്ട് എടുത്തിട്ട് ഈ കവിളിൻ്റെ ഈ 2 ഭാഗത്ത് പിടിച്ച് ഇതേപോലെ ഇങ്ങനെ റൗണ്ടിലും മസാജ് ചെയ്യുക. അത് ഒരു 5 മിനിറ്റ്സ് ഇടവിട്ട് നിങ്ങൾക്കൊരു 4-5 പ്രാവശ്യം ചെയ്യാം. അതും ഇതേക്ക് നിങ്ങൾ 2-3 മാസം ട്രൈ ചെയ്ത് നോക്കുക. ഇതും നല്ല നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ ആരെങ്കിലും വന്ന് എടുക്കാനൊക്കെ വരുമ്പോൾ നമ്മൾ പറയത്തില്ലേ, കവിളിൽ പിടിക്കരുത്, കവിളിൽ ഉമ്മ വെക്കരുത്, കുഞ്ഞിന് കവിള് ചാടും എന്ന് പറയാം. അതേപോലൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ കവിളിതാ ഇങ്ങനെ പിടിക്കുക. അങ്ങനെ പിടിക്കുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ, നമ്മളെ ഈ സ്കിൻ്റെ അടിയിലത്തെ മസിൽസ് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഒന്ന് വലിയുമ്പോഴത്തേക്ക് കവിളിങ്ങനെ കുറച്ചിങ്ങനെ കൂടി വരും. അപ്പോൾ ഇതിങ്ങനെ ചെയ്താൽ അതും നിങ്ങൾക്ക് പെട്ടെന്നൊരു മാറ്റം വരും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫേസ് എക്സസൈസ്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതും കൂടെ ചെയ്യുക. അപ്പോൾ കവിളില്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് കവിള് വരും. അപ്പോൾ ഇതൊരു കുഞ്ഞൊരു വീഡിയോ. ഞാനപ്പോൾ പെട്ടെന്ന് ടാറ്റ പറഞ്ഞങ്ങ് പോവേന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദ വീഡിയോ. അതല്ല, നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഒരു വീഡിയോ ഇത് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ എന്താ പറയുക, ഈ കവിളില്ലാത്ത ആൾക്കാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി വേണം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുന്നു, പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദ വീഡിയോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.